ഇപ്പോഴിതാ നമ്മുടെ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇന്നാളി കെട്ടിയിട്ടത് അത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തു സെറ്റാക്കി ഇന്ന്. അപ്പോഴേ മഴക്കോളും ഒക്കെ ഉണ്ട്. മേലിൽ ടാർപ്പായൊക്കെ പിടിച്ച് കെട്ടിയിട്ട് സെറ്റാക്കി വെച്ചേക്കുകയാണ്. ഇതേ നമുക്ക് കഥയൊക്കെ പറയാനേ ഇവിടെയൊക്കെ വന്നിരിക്കാം. മഴക്കോളാണ് കേട്ടോ, അതാണ് വെട്ടമില്ലാത്തത്. മഴക്കോളാണ്. അവർ ചെയ്തിട്ടൊക്കെ പോയി. അതുവരെ ഞാൻ അവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞൊക്കെ ഇരുന്നേത് കേട്ടോ. അപ്പോഴിതേ നമ്മൾ ഇത്രയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ടൈലോ എന്തെങ്കിലും ഒട്ടിക്കാനോ, പിന്നെ മേളിൽ നമുക്ക് എന്താ ഷീറ്റോ എന്തോ ഗ്ലാസ് മാതിരിയുള്ള എന്തോ ഒരു സംഭവം ചെയ്യാനാണ് കേട്ടോ. അപ്പോഴേ തോന്നു കേട്ടോ, വെയിൽ അത്രയ്ക്കല്ലേ, ചൂട് പെട്ടെന്ന് അങ്ങ് സെറ്റായിക്കോളും. ഇതേ എല്ലാം ചെയ്തു. പിന്നെ മെറ്റിലൊക്കെ ഇനി അടുപ്പിക്കണം. അതൊക്കെ ഞാൻ പതിയെ ചെയ്യും കേട്ടോ. പതിയെ ചെയ്യും ഞാൻ. സുപ്പുണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ. മഴക്കാറാണ്. ഉള്ളിപ്പൂ വിരിഞ്ഞതേ അടഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഉള്ളിയുടെ പൂ, ഉള്ളിച്ചെടി വേറൊരു കളറും ഉണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ട് ഇരുന്നത് നിവർന്നിരുന്നതാണ് കേട്ടോ, അടഞ്ഞ്. ഇതിപ്പോൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചപ്പോഴാണ് ഇതിനകത്ത് നിറയെ പൂവൊക്കെ ആയി തുടങ്ങിയത്. കണ്ടോ? ഇപ്പം വെട്ടം വന്ന് ഞാൻ അവിടെ നിന്ന് പിടിച്ചത് കൊണ്ടാണ് കേട്ടോ ഇരുട്ടായി തോന്നിയത്. ഇപ്പം ദേ വെട്ടമൊക്കെ വന്നു. ഇന്ന് സൈഡൊക്കെ എന്താ ബോർഡറൊക്കെ കൊടുത്ത് അവർ സെറ്റാക്കി. അത് ഷീറ്റിട്ടേക്കുന്നുണ്ട് കാണാത്തത്. ഭയങ്കര മങ്ങൽ. അപ്പോഴും നമുക്ക് ലൈവൊക്കെ ഇടാനേ. ഇനി അവിടെയൊക്കെ ഇരുന്ന് ലൈവൊക്കെ ഇടാൻ കേട്ടോ. പിന്നെ പാമ്പും ചേരയും കയറി വരുമെന്ന് ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നത് കൊണ്ടേ പാമ്പും ചേരയൊക്കെ കയറി വന്നാലും അയ്യോ എനിക്ക് പേടിയാണ്. അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ലൈവൊക്കെ ചെയ്യുന്നത് അവിടെ അല്ലേ ഇരുന്ന്. എല്ലാവരും പോയി കേട്ടോ, ജോലിക്കാരെല്ലാം പോയി. നമ്മളിവിടെ ഇരുന്നാണല്ലോ, നമ്മുടെ ഈ സിറ്റൗട്ടിൽ ഇരുന്നാണല്ലോ ഞാൻ ലൈവൊക്കെ ചെയ്യുന്നത്. ഇതേ അവിടെ ഇരുന്നാണല്ലോ. മഴക്കാറ്. നിങ്ങളോട് ഞാൻ മറന്നുപോയി ഒരു കാര്യം പറയും കേട്ടോ. ഇഴജന്തുക്കൾ കയറും എന്നൊക്കെ എല്ലാവരും പറയുമ്പം നമ്മളത് കേൾക്കത്തില്ല, മൈൻഡ് ചെയ്യത്തില്ല, കയറത്തില്ല. പക്ഷേ മെനഞ്ഞാന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതാണ്, എൻ്റെ കണ്ണിൽ കണ്ടതാണ്. വീഡിയോ കുറച്ച് ഞാൻ എടുത്തായിരുന്നു. അത് ഡിലീറ്റ് ചെയ്ത് എങ്ങനെയാണ് പോയി കേട്ടോ. എൻ്റെ ശംഖുഷ്പത്തിനകത്ത് 3-4 കിളിക്കൂടുണ്ടായിരുന്നു. എൻ്റെ കിളിമക്കൾ ഇതിനകത്തായിരുന്നു താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെയും രാവിലെ എല്ലാം ഉണ്ടായിരുന്നു. മെനഞ്ഞാന്ന് രാവിലെയൊക്കെ ഞാൻ കണ്ടത് ഇവർ കൂടുണ്ടാക്കുന്നത്. അപ്പോഴും മുട്ടയിടാനോ മുട്ടയായതോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടയുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോഴും ഞാനിങ്ങനെ ഈ സിറ്റൗട്ടിൽ ഇവിടെ ഇരുന്നേത് കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇരുന്ന് അപ്പോഴെന്തോ ഒരു പടപടാന്നൊരു ശബ്ദമൊക്കെ കേട്ട് നോക്കിയപ്പോൾ എന്തോ വലിയ മുട്ടനൊരു ചേര എന്താ അങ്ങ് മേളിൽ ചെന്ന് ഞാൻ നോക്കിയപ്പോൾ മേളിൽ ചെന്ന് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളുടെ ഉണ്ടല്ലോ കൂടിനകത്തോട്ട് തലയിട്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് മേളിലായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. മുട്ടയുണ്ടായിരുന്നു. അതാ ഇവർ മുട്ടയുള്ള സമയത്താണ് ഈ കിളിക്കുട്ടികൾ വരുന്നത് എപ്പോഴും കേട്ടോ. ദേണ്ടാണ്ട് ഒരു കൂടിരിക്കുന്നത്. ഇത് താഴെ വന്ന ആ കൂട് ഇവരുണ്ടാക്കി വയ്ക്കുന്നത്. താഴെയൊക്കെയാണ് ഇവർ കൂട് വയ്ക്കുന്നത് കേട്ടോ. ഈ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ നമ്മളൊന്നും ചെയ്യത്തില്ലെന്ന് അവർക്കറിയാം. നല്ല സേഫായിട്ടാണ് അവരിവിടെ ഇരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ വലിയ ചേര വന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ മുട്ടയെല്ലാം എടുത്തുകൊണ്ട് പോയി. മുട്ട ഉണ്ടെങ്കിൽ ചേര കയറത്തുള്ളൂ കേട്ടോ. ദേ ഇപ്പം കൂടിഞ്ഞ് തള്ളി താഴെ വെച്ചേക്കുന്നു. മേളിലും കൂടിരിപ്പുണ്ട് കേട്ടോ. മേളിൽ ഒരു കൂടിരിപ്പുണ്ട്. ഇവരിങ്ങനെ പുതിയ കൂടുകൾ ഉണ്ടാക്കും കേട്ടോ. ഇവരിങ്ങനെ പുതിയ കൂടുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതേ ഈ കൂട് താഴെ വന്നു കേട്ടോ. നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാം മുട്ടയൊക്കെ ഇരിക്കുന്ന ഇതിനകത്തിപ്പോൾ മുട്ടയില്ല കേട്ടോ. കണ്ടോ? അയ്യോ എന്തോ ഒരു കഷ്ടമായിപ്പോയി. അതോ മുട്ടനൊരു അടിയൻ ചേര. എൻ്റെ മക്കളുടെ കുഞ്ഞുങ്ങളെയോ
മുട്ട ഒക്കെ എടുത്തുകൊണ്ട് പോയി ആ തടിയൻ ചേര കേട്ടോ. വീഡിയോയ്ക്ക് എത്ര മാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. മങ്ങലാണ്, മഴക്കോളാണ്. ഈ മേളി വരെ പോയി ആ ചേര കേട്ടോ. അപ്പോഴും സത്യമാണ്, ഇഴജന്തുക്കൾ ഇങ്ങനെയൊക്കെ കയറും കേട്ടോ. ഇത് ശംഖുഷ്പമായതുകൊണ്ട് എടുത്ത് വലിച്ചു പറിച്ച് കളയാനും മനസ്സില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ അതിനകത്തോട്ട് നോക്കും, എന്തെങ്കിലും ഇരിപ്പട. പണ്ടൊരു സമയത്ത് മോൾ ഇതേപോലെ കണ്ടായിരുന്നേ. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. അപ്പോഴും മോള് പറഞ്ഞ അമ്മയെ കിളികുഞ്ഞിൻ്റെ മുട്ട എടുത്തുകൊണ്ട് പോയിരുന്നു. പക്ഷേ ഇതിപ്പം ഞാൻ നേരി കണ്ടപ്പോൾ എനിക്ക് വിശ്വാസമായി കേട്ടോ. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുട്ടയല്ല ഇപ്പം ഇന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. ഇവർ വരുന്നത് ഞാൻ കണ്ടില്ല. എന്താണെന്നോ പേടിച്ചിട്ടാണോ മുട്ടകൾ എടുത്തുകൊണ്ട് പോയത് കൊണ്ടാണോ ഒന്നും അറിയാൻ വയ്യ കേട്ടോ. നല്ല രസമാണ് ഇവരുടെ സൗണ്ട് കേൾക്കാൻ. ഇവർ കൂടുണ്ടാക്കുന്ന സൗണ്ടൊക്കെ ഈ അടിച്ചുറപ്പിക്കുമല്ലോ ഇവർ. ഇങ്ങനെ കാലും വെച്ചും ചുണ്ട് വെച്ചും ഒക്കെ ഈ കിളിക്കൂട് ശരിയാക്കുന്നത് നല്ല രസമാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് അതറിയാൻ പറ്റും ഇവരിങ്ങനെ കൂടുണ്ടാക്കുന്നത്. കഷ്ടമായിപ്പോയി, വല്ലാത്ത സങ്കടമായിപ്പോയി, വല്ലാത്ത വിഷമം വരുന്നു കേട്ടോ. അവരുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അവിടെ ഇരിക്കുമ്പോൾ ഈ കീ എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കും. ഭയങ്കര സങ്കടം. ഒന്നുമില്ല, കുഞ്ഞു വിശേഷങ്ങൾ. എൻ്റെ കിളിക്കുഞ്ഞുങ്ങളുടെ മുട്ടയും പോയി, കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയപ്പം വിഷമം വരുന്നു.